This holiday season on Blue Kids, your best friend is here with 4 new episodes in 14. 50 new exciting stories and lots of fun. Watch the all-new Never Seen Before episodes of Peppa Pig before TV or beyond Blue Kids. Download now. On Nextmedia. ഞാൻ പോയി കിടക്കുക അരി ഉണ്ടാക്കാൻ ഞാൻ പോയി. എന്തിനാ അടിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്? വീട്ടിലല്ലേ വെള്ളം ഇട്ടത്. ഏത് സ്റ്റേഷനിൽ പോകണം? പരാതി കൊടുക്കണം. എല്ലാം ചെയ്യുന്നു. അമ്മ എവിടെ ഇരിക്കും? കസേരയിൽ കൊണ്ടാക്കണ്ട. ഞാൻ ഇപ്പൊ എടുത്തേച്ചു വരട്ടെ. കൊല്ലം തെക്കുംഭാഗം തേവലക്കരയിൽ വയോധികയ്ക്ക് മരുമകളുടെ ക്രൂര മർദ്ദനം. തേവലക്കര സ്വദേശിയായ ഏലിയാമ്മ വർഗീസിനെയാണ് മകന്റെ ഭാര്യയായ മഞ്ജുമോൾ തോമസ് കുടുംബവഴക്കിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ ഏലിയാമ്മയുടെ പരാതിയിൽ മഞ്ജുമോൾ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി കേസെടുക്കുമെന്ന് തെക്കുംഭാഗം പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മരുമകളിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റെന്നാണ് ഏലിയമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മാസങ്ങളായി മരുമകൾ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പരാതിയിലുണ്ടായിരുന്നു. പ്രതി മഞ്ജുമോൾ തോമസ് 80-കാരിയെ മർദ്ദിക്കുന്ന ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെയും ഏലിയമ്മയുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ അധ്യാപികയാണെന്നാണ് വിവരം. മാസങ്ങൾക്ക് മുൻപ് മഞ്ജുമോളിൽ നിന്ന് ഏലിയമ്മയുടെ മർദ്ദനമേറ്റ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഏലിയമ്മയെ നിലത്തേക്ക് പിടിച്ചു തള്ളുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വയോധികയോട് ആക്രോശിക്കുന്ന പ്രതി വീഡിയോ പകർത്തുന്നയാൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. മരുമകൾ നിലത്തേക്ക് തള്ളിയിട്ട ശേഷം ഏലിയമ്മ പണിപ്പെട്ട് എഴുന്നേറ്റ് വരുന്നതും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഇനി അല്പനേരം കിടന്നോട്ടെ എന്ന് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഏലിയമ്മയുടെ മകൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് വിവരം. അതേസമയം ഏത് ദിവസമാണ് ഈ സംഭവം ഉണ്ടായതെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുവാൻ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നേരത്തെയും പലതവണ മഞ്ജുമോൾ തോമസ് ഏലിയാമ്മയെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാരത് ഭൂഷൺ, കൊല്ലം.